ഓക്കെയാണെന്ന് ചോദിച്ചാൽ ഞാൻ ഓക്കെയാണ്. ഞാനിങ്ങനെ ചിന്തിച്ച് ഈ പ്രശ്നങ്ങൾക്കെല്ലാം മൂലകാരണം എന്താണെന്ന്. ഈ പുതിയതായിട്ട് വന്ന പ്രശ്നം. അപ്പോഴാണ് ഞാൻ FB പോസ്റ്റ് കണ്ടത്. നിരവധി പെണ്ണുങ്ങളെയും ആണുങ്ങളെയും തകർക്കുന്ന ഒരു സ്ത്രീ, പ്രത്യേകിച്ച് എന്നെ കരുവാക്കിക്കൊണ്ട് എന്നെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീ, അവരുടെ പോസ്റ്റാണ് കണ്ടത്. നിങ്ങൾ പലരും കണ്ടു കാണും. അത് കണ്ടപ്പോൾ എനിക്ക് ഏകദേശമൊക്കെ മനസ്സിലായി. മാനിപ്പുലേറ്റിങ്ങും അതുപോലെ ഒന്നും പറയാനില്ല. രേണുസുധിയുടെ പ്രശ്നങ്ങൾ അങ്ങനെ തീരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഓരോ ദിവസവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഇങ്ങനെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഒരുപാട് പേര് പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, മറ്റൊരുപാട് പേര് പലതരത്തിലുള്ള വേറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയിൽ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയും മകനുമാണ് നിങ്ങളുടെ ബന്ധമെങ്കിൽ നിങ്ങൾ എന്താ വേണ്ടത്? ആ അമ്മയാണ് എന്നുള്ള ആ ഒരു വിചാരത്തിൽ നിങ്ങൾ നിന്നില്ല. അത് തന്നെ അളമുട്ടിയാൽ ചേരയും കടിക്കും എന്ന് പറഞ്ഞതുപോലെ 24, 22, 23 വയസ്സുള്ള ആ ഒരു ചെറുപ്പക്കാരൻ, അതായത് ചെറുപ്പക്കാരൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് എൻ്റെ കൂട്ടുകാരുടെ അമ്മയുടെ മുഖത്ത് നോക്കാൻ കഴിയാറില്ല എന്ന്. കാരണം എന്താണ്? അതായത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ അവരുടെ മക്കളെ പോലെന്ന് പറഞ്ഞാൽ നീ രേണുസുധിയുടെ വീട്ടിലേക്ക് പോകരുത് മോനെ, അല്ലെങ്കിൽ രേണുസുധിയുടെ മകനുമായിട്ട് സംസാരിക്കരുത് എന്ന് വരെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അതിശയപ്പെടാനൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പെയ്ഡ് പ്രൊമോഷനും അതുപോലെ തന്നെ പെയ്ഡായിട്ട് ഞാൻ കാണിക്കുന്നത് അതൊക്കെ നമ്മൾ വെളിയിൽ കണ്ടതാണ്. വളരെ മോശമല്ലേ? അതായത് ഞാൻ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതുപോലെയുള്ള കുട്ടികൾക്ക് സംഭവിക്കാൻ പറ്റുന്ന ദുരന്തങ്ങൾ. പല വീടുകളിലും ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഈ തള്ളമാരുടെ പെയ്ഡ് പ്രൊമോഷൻസ് കാരണം. അതായത് പെയ്ഡായിട്ട് ചാറ്റിങ്, പെയ്ഡായിട്ട് എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മറ്റേ ഇതുണ്ടല്ലോ, എന്താ വെച്ചാൽ ഞരമ്പന്മാർ അതിലേക്ക് വരും. ആ ഞരമ്പന്മാരാണ് പിന്നീട് സംസാരിക്കുന്നത്, വേറെ ആരുമല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രേണുസുധിയുടെ കയ്യിൽ ഒരുപാട് തെറ്റുകളുണ്ട്. അളമുട്ടിയാൽ ചേരയും കടിക്കും. കുറേ പൈസ കൊടുത്തിട്ടൊന്നും കാര്യമില്ല. ഇപ്പം രേണുസുധി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പൈസ കൊടുക്കാറില്ലേ എന്ന്. പൈസയാണോ വേണ്ടത്? പൈസ വേണ്ടത് നിങ്ങൾക്ക് മാത്രമാണ്. ആ ചെറുക്കന് പൈസ വേണ്ട. ആ ചെറുക്കന് പൈസയല്ല വേണ്ടത്. ആ ചെറുക്കൻ കാണുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇളയൻ്റെ ജീവിതമാണ്. തൻ്റെ ജീവിതം പോലെ ഒരിക്കലും ആവരുത് അവൻ്റെ ജീവിതം. അതിനു വേണ്ടിയിട്ടായിരിക്കാം ആ ചെറുക്കൻ ചിലപ്പോഴേ, അതായത് അളമുട്ടിയാൽ ചേരയും കടിക്കും. ഞാൻ പറഞ്ഞല്ലോ, ആ ചെറുക്കന് ശരിക്കും പറഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. അവൻ അതാണ് തുറന്നു പറഞ്ഞത്, പലരും തുറന്നു പറഞ്ഞത്. ഒരു മകൻ്റെ വേദനയാണ് അവൻ തുറന്നു പറഞ്ഞത്. മനസ്സിലാക്കണം നിങ്ങൾ. അത്രയും നാണം കെട്ട ഒരു അവസ്ഥയിലായിരിക്കും അവൻ. അതാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങളിവിടെ സബ്സ്ക്രിപ്ഷനാണ്, അതുപോലെ തന്നെ ഈ ഷൂട്ടാണ്, പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എന്താണ് ആൽബമാണ് എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ കുറച്ചൊക്കെ മാന്യത നിങ്ങൾ ചെയ്യണമായിരുന്നു. അത് നിങ്ങൾ ചെയ്തിട്ടില്ല. ഉള്ള കാര്യം എന്താ പറയുന്നതിന്? ആ ചെറുക്കൻ അതെങ്ങനെയാണ് കണ്ടതെന്ന് നമുക്ക് മനസ്സിലായില്ല. ഇപ്പോഴും അവൻ്റെ വേദനയാണ്. അല്ലാതെ നിങ്ങൾ വന്നിട്ട് ഇപ്പോഴും മറ്റേ സ്ത്രീയാണ് അല്ലെങ്കിൽ മറ്റേവരാണ് ഇവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ് വെറുതെങ്കിലും അവരെ അങ്ങനെ പറയുന്നത്? എനിക്ക് തോന്നുന്നില്ല. അതായത് ആ ചെറുക്കൻ അങ്ങനെ ഒരാൾ വന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നീ പറയടാ നിൻ്റെ അമ്മയെ പറ്റിയിട്ട് നിനക്ക് ലക്ഷങ്ങൾ തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നവരാണോ? അല്ല അങ്ങനെയാണോ നിങ്ങളെ അമ്മയും മകനും? അതെന്ന് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ആ ചെറുക്കൻ ഉണ്ടായിരിക്കുന്ന നിങ്ങൾ മാത്രമല്ല, നിങ്ങളെപ്പോലെ വന്നു കയറിയ സുധിയുടെ ജീവിതത്തിലേക്ക് വന്നു കയറിയ ഒരുപാട് സ്ത്രീകളുണ്ട്. അവരുടെ അടുത്തുനിന്നൊക്കെ ഈ ചെറുക്കൻ അനുഭവിച്ച കാര്യങ്ങളാണ് അവൻ പറഞ്ഞത്. അല്ലാതെ അവൻ ഇന്നലെ കഴിഞ്ഞ കാര്യങ്ങളോ അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് കഴിഞ്ഞ കാര്യങ്ങളോ പൈസ തരാത്ത കാര്യങ്ങളോ ഒന്നുമല്ല. പക്ഷെ അവൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങളടക്കമുള്ള അമ്മമാരുടെ അടുത്തു നിന്നും അവൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത്. ഒരുപക്ഷെ കൊല്ലസുധി പോയതിന് ശേഷം ഇപ്പോഴും നിങ്ങൾ പൈസ അയച്ചു കൊടുക്കുന്നുണ്ടാകാം. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുന്ന കേസാണ്. അത് എല്ലാവർക്കും അറിയുന്ന കേസാണ്. അല്ലാതെ നിങ്ങൾക്ക് മാത്രമൊന്നുമല്ല. എന്താ വെച്ചാൽ ആ ചെറുക്കൻ എന്തെങ്കിലും വിളിച്ചു പറയണ്ട ഇനി, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ആ ചെറുക്കൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പെട്ടുപോകും. ഇപ്പോഴതല്ലേ, ഇപ്പോൾ കൃത്യമായിട്ട് പെട്ടില്ലേ? ഇപ്പം നിങ്ങളുടെ അഭിനയം കാണുമ്പോഴും ശരിക്കും പറഞ്ഞാൽ നമുക്ക് വരെ ചിരിയാണ് വരുന്നത് കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രേണുസുധിനെ മാത്രമല്ല പറയുന്നത്, രേണുസുധിയെ പോലെ ലൈവ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടൊക്കെ പറയുകയാണ് അളമുട്ടിയാൽ ചേരയും കടിക്കും. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഇന്ന് ചെയ്യുന്നത് ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾക്ക് അത് ഭയങ്കരമായിട്ട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. ഏതായാലും രേണു പറയുന്ന ബാക്കി കാര്യം കൂടി കേട്ടിട്ട് വരാം. ഓക്കെയാണെന്ന് ചോദിച്ചാൽ ഞാൻ ഓക്കെയാണ്. ഞാനിങ്ങനെ ചിന്തിച്ച് ഈ പ്രശ്നങ്ങൾക്കെല്ലാം മൂലകാരണം എന്താണെന്ന്. ഈ പുതിയതായിട്ട് വന്ന പ്രശ്നം. അപ്പോഴാണ് ഞാൻ FB പോസ്റ്റ് കണ്ടത്. നിരവധി പെണ്ണുങ്ങളെയും ആണുങ്ങളെയും തകർക്കുന്ന ഒരു സ്ത്രീ, പ്രത്യേകിച്ച് എന്നെ കരുവാക്കിക്കൊണ്ട് എന്നെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീ, അവരുടെ പോസ്റ്റാണ് കണ്ടത്. നിങ്ങൾ പലരും കണ്ടു കാണും.
അത് കണ്ടപ്പോൾ എനിക്ക് ഏകദേശമൊക്കെ മനസ്സിലായി. മാനിപ്പുലേറ്റിങ്ങും അതുപോലെ ഒന്നും പറയാനില്ല. എനിക്ക് ആരോടും ഒരു പിണക്കോ പരിഭവങ്ങളോ ഒന്നുമില്ല. എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിവിടെ എങ്ങും തീരത്തില്ല. അറിയുന്നവർക്കറിയാം. ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നതും, ചേട്ടനുള്ളപ്പോഴും ചേട്ടൻ മരിച്ചപ്പോഴും എല്ലാം. പക്ഷെ ഇതൊന്നും ഞാനും ആരോടും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും എൻ്റെ കുറ്റം കാണാനും. അതായത് 22 വയസ്സുള്ള ഒരു ചെറുക്കൻ, അതായത് അവനെ കൊണ്ട് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങ് പറയേണ്ടി വരും എന്നാണ് ഈ സ്ത്രീ പറയുന്നത്. അതായത് എന്ത് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെറുക്കൻ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതായത് സുധിയുടെ കൂടെ ചേർന്ന ഒരുപാട്, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് സ്ത്രീകൾ, അതായത് ഈ 2-3 സ്ത്രീകൾ അവർ ചെയ്ത കാര്യം തന്നെയാണ് അവൻ പറയുന്നത്. അല്ലാതെ അവൻ കൂടുതലായിട്ടൊന്നും ഉണ്ടാക്കി പറയുന്നൊന്നുമില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആണ് നേരം. എനിക്കന്ന് 23 വയസ്സേ ഉള്ളൂ. 24 വയസ്സേ ഉള്ളൂ. ഇപ്പോൾ ഒരു 11 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയായി പൂർണ്ണമായിട്ടും ഞാൻ അമ്മയായിട്ട് മാറിയിട്ടാണ് ഞാൻ സ്വീകരിച്ചവരെ. അതാരും ഓർക്കുന്നില്ല. ഇന്നീ നിമിഷം വരെ എൻ്റെ കൈ കൊണ്ട് ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. അങ്ങനെ ഉപദ്രവിച്ചവരും ഉണ്ട്. ഇതിനകത്ത് വന്ന ആൾക്കാരിൽ ഉപദ്രവിച്ചവരും ഉണ്ട് ആ കുട്ടിയെ. കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് ചേട്ടൻ്റെ വായിൽ തന്നെ. ഞാൻ ഇന്ന് വരെ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്താണ് എന്നെ കുറ്റപ്പെടുത്തി എനിക്കറിയില്ല. അപ്പം FBയിൽ ആ പോസ്റ്റ് കണ്ടപ്പോൾ, ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആരാണ് എവിടെയാണ് പ്രശ്നം ഉണ്ടാക്കിയെന്ന്, മാനിപ്പുലേറ്റ് ചെയ്യിപ്പിച്ചെന്ന്. എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്ന ഒരുപാട് നല്ല ആളുകളുണ്ടെന്ന് അറിഞ്ഞതിന് എനിക്ക് ഒരുപാട് സന്തോഷം. അതായത് 11 വയസ്സുകാരൻ്റെ അമ്മയായിട്ട് വന്ന അവർ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22 വയസ്സുകാരനായിട്ടും അവർ അതിനോട് നീതി പുലർത്തിയോ എന്നാണ് എൻ്റെ ചോദ്യം. അതായത് ആ ഒരു 11 വയസ്സുകാരൻ്റെ അമ്മയായിട്ട് വന്നു. പിന്നീട് എന്ന് പറഞ്ഞാൽ അവന് ശരിക്കും നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിലായിരുന്നു ഇവർ പെരുമാറിക്കൊണ്ടിരുന്നത്. അതാണ് മനസ്സിലായത്. ഇന്നലെ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ആ ചെറുക്കൻ്റെ മനസ്സിൽ അതാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കിട്ടാത്തതിൻ്റെയോ വേറെയൊന്നിൻ്റെയോ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, മറ്റേ ഇതടിച്ചതിൻ്റെയോ ഒരു വിഷമമല്ല. അവൻ്റെ മനസ്സ് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അവൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ സ്വഭാവം കൊണ്ട് എനിക്കിപ്പോഴും വെളിയിലിറങ്ങി നടക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് കൃത്യമായിട്ട് അവൻ പറയുന്നത്. എല്ലാവരും ഒരു പരിഹാസത്തോടു കൂടി മാത്രമാണ് അവനെ കാണുന്നത്. അത് തന്നെയാണ് അവൻ പറയാതെ പറയുന്നത്. മനസ്സിലാക്കാൻ പക്ഷെങ്കിൽ ഇവർക്ക് കഴിഞ്ഞേയില്ല. ഇവർ പറയുന്നത് ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായി നോക്കിയിരുന്നു, അതുപോലെ പൈസ ആവശ്യമുള്ളത് അയച്ചിരുന്നു, 2-3 ദിവസം മുമ്പ് ഞാൻ വിളിച്ചതാണ്. പിന്നീട് എനിക്ക് മനസ്സിലായത് ആ സ്ത്രീ പോയി പറഞ്ഞിട്ടാണ്. അതായത് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഷെഫീന ബീവിയാണെന്നാണ് തോന്നുന്നത്. ഷെഫീന ബീവിയുടെ ഫോട്ടോയാണ് കണ്ടത്. അപ്പോൾ അവർ പോയി പറഞ്ഞിട്ടാണ്. അങ്ങനെ പറയുമ്പോഴേ മാറുന്ന ഒരുത്തനാണോ? അതാണ് എനിക്ക് ചോദിക്കേണ്ടത്. മാറുന്ന ഒരുത്തനാണോ ഈ മകൻ എന്ന് പറയുന്നവൻ? അതായത് ആരെങ്കിലും വന്നിട്ട് നിങ്ങൾ ലക്ഷങ്ങൾ തരാം അല്ലെങ്കിൽ കോടികൾ തരാം, നീ ഇങ്ങനെ പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറുന്നവനാണോ? അതുമാത്രവുമല്ല, അതിൻ്റെ ആവശ്യം അവർക്കെന്താണ്? ഇപ്പം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണോ? അത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കാരെയും ഭയക്കാനില്ല, ഞാൻ എന്തും ചെയ്യും, എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങളങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കണമായിരുന്നു, അതായത് മകൻ ഇപ്പുറത്തുണ്ട്, അവൻ പലതും തുറന്ന് പറയുമെന്ന് നിങ്ങൾ വിചാരിക്കണമായിരുന്നു. പക്ഷേ അത് നിങ്ങൾ വിചാരിച്ചില്ല. അത് അവിടെയാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു തെറ്റ് പറ്റിയിരിക്കുന്നത്. എൻ്റെ ലൈഫിൽ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതായത് ഇപ്പം ഈ പ്രശ്നം നിങ്ങൾ പ്രശ്നത്തിനാണോ എന്നറിയാവുന്നവരുമായിട്ട് ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. മിനിഞ്ഞാന്ന് വരെയും ഞാൻ പതിവ് പോലെ എന്നെ കോണ്ടാക്ട് ചെയ്യുകയും ആവശ്യമുള്ളത് ഞാൻ കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു വ്യക്തിയാണ്, ഒരു അമ്മയാണ് ഞാൻ മിനിഞ്ഞാന്ന് വരെയും. പിന്നെ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എനിക്കൊന്നും അറിയില്ല. ടോട്ടലി ഐ എം കൺഫ്യൂസ്ഡ്. ഇപ്പം മനസ്സിലായി, ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മാനിപ്പുലേറ്റിംഗ് ആണെന്ന്. അവരെ സ്വാധീനിച്ചത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരുപാട് പേര് എന്നെ വിളിച്ച് തിരക്കി. ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചു.
ഇതിപ്പോൾ രേണു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമാ താരം പറയുന്നത് പോലെ ഒരു അഭിനയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കലും ഈ കണ്ണീരിന് ഒരു സത്യമുണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിലും ഇനിയാന്ന് വരെ എന്നെ കോൺടാക്ട് ചെയ്തതാണ്, ഞാൻ കുറേ പൈസ കൊടുത്തു എന്ന് പറയുമോ? ആരെങ്കിലും പറയുമോ? അങ്ങനെ ഒരാൾ പോലും പറയത്തില്ല. കാരണം എന്താ വെച്ചാൽ പൈസ കൊടുത്തിട്ട് അവൻ്റെ വായ അടപ്പിക്കണം എന്നാണ് ഇവർ വിചാരിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കൂടുതൽ പൈസയും കൊടുത്തു, അങ്ങനെ വായ അടപ്പിക്കാൻ നോക്കി. പക്ഷേ അവൻ്റെ കയ്യിൽ നിന്നും ഈ സാധനങ്ങൾ വിട്ടുപോയി, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും പറയാനില്ല. അതാരായിക്കഴിഞ്ഞാലും മുളമുട്ടിക്കഴിഞ്ഞാൽ ചേരയും കടിക്കുന്നു ഞാൻ പറയുന്നില്ല, അത് തന്നെയാണ് പറയാനുള്ളത്. അതായത് അവൻ കുറേ നാൾ സഹിച്ചു, പിന്നീട് എന്ന് പറഞ്ഞാൽ അവന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല, അവൻ എല്ലാ കാര്യങ്ങളും അങ്ങ് വെളിയിലിട്ടു, അത്ര മാത്രമേ ഉള്ളൂ. ഇത് എന്റെ നെഗറ്റീവ് അടിക്കുന്നവർക്ക് ഒരു സന്തോഷമായിരിക്കും ഞാൻ ഈ കരയുന്നത്. എനിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട്. എൻ്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ സൂയിസൈഡ് ആൻഡ് ആഫ്റ്റർ സൂയിസൈഡ്, അല്ലെങ്കിൽ ആഫ്റ്റർ സൂയിസൈഡ്, ഡെത്തിന് ശേഷമുള്ള ഒരു ജീവിതവും എൻ്റെ ജീവിതവും അതിന് മുന്നുള്ള ജീവിതവും എനിക്കും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും തീരത്തില്ല. എന്നെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കരുത്. അപ്പോൾ അതാണ് മനസ്സിലാകാത്തത്. കാരണം ഇവർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു തുടങ്ങിയാൽ ഇവിടെയൊന്നും തീരത്തില്ല, ഇവിടെയൊന്നും തീരത്തില്ല എന്ന് പറയുന്നുണ്ട്. ഇവരെന്താ പറയുന്നതെന്ന് നമുക്ക് ആർക്കും മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ ഇവർ കുറേ കരയുന്നുണ്ട്, പിഴിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു അഭിനയം മാത്രമാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കൃത്യമായിട്ടെന്ന് പറയുന്ന കരയുന്നതൊന്നുമല്ല. അത് കൃത്യമായിട്ട് മനസ്സിലാകും. ആരോ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് പറയുന്ന പോലെയാണ്. കാരണം എന്താ വെച്ചാൽ ഇവരുടെ കയ്യിൽ തന്നെയാണ് പൂർണ്ണമായിട്ടുള്ള തെറ്റുകളും. ഇവർ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴേ അവിടെ മക്കളുണ്ടോന്നോ അല്ലെ കുടുംബത്തിനെ പിന്നെ കൂട്ടുന്നില്ല. കാരണം കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ മാത്രം മതി, അല്ലാതെ വേറെ ഒന്നും വേണ്ട. ഇപ്പോൾ ആ തന്താന്ന് പറയുന്ന ആ മനുഷ്യനായാലും പൈസ മാത്രമേ വേണ്ടൂ, വേറെ ഒന്നും വേണ്ട. അപ്പോൾ കുടുംബത്തിനെ വിട്. പക്ഷേ അവിടെ ഒരു ചെറുക്കൻ വളർന്നു വരുന്നുണ്ട്. ആ ചെറുക്കൻ്റെ മാനസികാവസ്ഥ, ഇപ്പോൾ ആ ഇളയ ചെറുക്കൻ്റെ മാനസികാവസ്ഥ അന്ന് നമ്മൾ കണ്ടതാണ്. ദുബായിൽ എവിടെയോ പോകുമ്പോൾ ആ ചെറുക്കൻ മൈൻഡേ ചെയ്യുന്നില്ല. അപ്പോൾ അത്രത്തോളം മാനസികപരമായിട്ട് ആ ചെറുക്കൻ തകർന്നു പോയിട്ടുണ്ടാവും. അവൻ കാണുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം. നന്ദി, നമസ്കാരം.